വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ടുണ്ടാക്കിയ നല്ലൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സോ എന്നൊക്കെ തന്നെ പറയാം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ടും കുറച്ച് റവ കൊണ്ടും ഉണ്ടാക്കിയ ഒരു പലഹാരമാണ് ഇത്. നമ്മളൊരു തക്കാളി ചമ്മന്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി ചമ്മന്തി ഇല്ല, വെറുതെ വേണമെങ്കിലും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് ചമ്മന്തിയുടെ കൂടെയാണ്. ഇപ്പോൾ ചമ്മന്തി അല്ല, ഏത് കറി വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടാണ് ചമ്മന്തി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കടലക്കറിയോ നോൺ വെജ് കറിയോ അല്ലെങ്കിൽ കറിയൊന്നും ഇല്ലാതെയും വെറുതെ നമ്മുടെ ചായയോടുകൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. അതുപോലെ ഈവനിങ് സ്നാക്സോ അല്ലെങ്കിൽ ഈവൻ ബ്രേക്ക്ഫാസ്റ്റോ നമുക്ക് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോയ ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ചോറ് ഇത് നമ്മൾ വേവിച്ചപ്പോൾ കുറച്ചൊന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം വന്നപ്പം എന്താ പറയുക, നന്നായിട്ട് തന്നെ കുഴഞ്ഞിരിക്കുന്ന പോലൊരു ഫീല് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2-3 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കാം. അപ്പോൾ തൈര് പുളിപ്പില്ലാത്ത തൈരാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സവാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ആവശ്യത്തിന് ഇടാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഈസ്റ്റോ അതുപോലെ ബേക്കിംഗ് സോഡയോ അതുപോലെ ഒന്നും തന്നെ ഇടുന്നില്ല. നമ്മളിങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ ഒരു എന്താ പറയുക, എല്ലാ വെജിറ്റബിളും എന്താ പറയുക, ഒരു റവയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കുഴച്ചെടുക്കുമ്പം നമ്മുടെ ആ ഒരു ചോറൊന്ന് ചെറുതായിട്ടൊന്ന് സ്മാഷായി വരും. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ആ റവയൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു ചോറിലും ഇതിലൊക്കെ നന്നായിട്ട് തന്നെ അബ്സോർബായിട്ട് വരും. നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചോറിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസി മാത്രം മതി. ഇത് കണ്ടോ, ഇപ്പോൾ അതേ ഒരു 5 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ റവയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വരുന്നതാണെങ്കിൽ നമുക്ക് കറക്റ്റ് പാകമായിട്ടുണ്ട്. അഥവാ ഇനി നിങ്ങൾക്ക് ഈ എന്താ പറയുക ഭയങ്കര ഹാർഡാണെങ്കിലും വളരെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇത് ഉരുളകളായിട്ട് ഇങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണം എടുക്കും. ഞാനിവിടെ ചെറിയ ഉരുളകളായിട്ടാണ് എടുക്കുന്നത്. ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിലല്ല, സിലിണ്ടർ ഷേപ്പ് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മളിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം തന്നെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 2 രീതിയിൽ എടുക്കുന്നുണ്ട്. താളിച്ചും എടുക്കുന്നുണ്ട്, അല്ലാതെയും എടുക്കുന്നുണ്ട്. ഇപ്പം ഇതുപോലെ തന്നെ എല്ലാം ഞാനിത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്താ പറയുക, 2-3 പേർക്ക് ധാരാളം കഴിക്കാൻ പറ്റിയ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നന്നായിട്ട് കഴിക്കാൻ തന്നെ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഗ്യാസിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയില വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും. അതൊന്ന് ചൂടായി വരുമ്പം ആവി വരുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളുടെ ഈ ഒരു ഉണ്ടാക്കി വെച്ച ആ ഒരു സ്നാക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, രാവിലെയോ വൈകുന്നേരമോ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റോളം ഒന്ന് ആവി കയറ്റി എടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് 10-15 മിനിറ്റോളം ആവി കയറ്റി എടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ശേഷം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലാണ്. നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഇതിപ്പം ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്, താളിക്കാതെയും ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ താളിച്ചും കൂടി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം താളിച്ചെടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമാണ് താളിച്ചെടുക്കുന്നത്.
ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി കടുകിൻ്റെ അളവ് നിങ്ങൾക്ക് അധികം വേണ്ടായെങ്കിൽ വളരെ കുറച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു എന്താ പറയുക പലഹാരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആ ഒരു എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയോ അതല്ലെങ്കിൽ കറിവേപ്പിലയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് പ്രത്യേക ഫ്ലേവർ തന്നെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഒന്നുകൂടി ഒരു സെക്കൻഡിങ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്കൊരു ചമ്മന്തി കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചമ്മന്തിയും തയ്യാറാക്കാവുന്നതാണ്. വളരെ സിമ്പിളായുള്ളൊരു ചമ്മന്തിയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരു സവാളയും ഞാൻ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. റഫായി കട്ട് ചെയ്ത സവാളയാണ്. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒരുവിധം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ 2 പേർക്ക് 2-3 പേർക്കൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ സവാളയും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് കളറാവുന്നവരെ മാത്രം വഴറ്റിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു കളർ കിട്ടാൻ വേണ്ടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ താളിച്ചും അല്ലാതെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. കുറച്ച് മാത്രമേ ഞാനിവിടെ താളിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു ചമ്മന്തിയുടെ കൂടെയും വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. ഇനി ചമ്മന്തി വേണ്ട, കടലക്കറിയോ നോൺ വെജ് കറിയോ എന്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഒന്നുമില്ലാതെ തന്നെയും ഡയറക്റ്റ് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് തന്നെ ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്കിത് കഴിക്കാം. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തേക്കാളും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. ഈ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇനി നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എണ്ണയിൽ വഴറ്റുന്നത് കൊണ്ടാണ് നെയ്യ് ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് തലേദിവസം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഇതുപോലെ താളിച്ച് കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഒന്നുകൂടി ആവി കയറ്റി കൊടുത്തു വിട്ടാലും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അല്ലായെങ്കിൽ രാവിലെയും ഇതുപോലെ തന്നെ വളരെ ഏകദേശം ഒരു 10-15 മിനിറ്റോളം മാത്രം മതി ഇത് തയ്യാറാക്കാൻ. അപ്പം കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ കൊടുത്തു വിടാൻ പറ്റും. അവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.